ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നഷ്ടത്തിൽ വ്യാപാരം തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 200 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 22,380 താഴെ വ്യാപാരം തുടരുന്നു. IT ഓഹരികളിൽ കനത്ത വിൽപ്പന സമ്മർദ്ദം. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 560 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 47,560 രൂപയിലെത്തി. ഗ്രാമിന് 70 രൂപ ഉയർന്ന് 5,945 രൂപയായി. വില വർധനയ്ക്ക് കാരണം രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റം. ഇന്ത്യയുമായുള്ള നയതന്ത്ര സംഘർഷം തുടരുന്നതിനിടെ ചൈനയുമായി സുപ്രധാന പ്രതിരോധ കരാറിലേർപ്പെട്ട് മാലദ്വീപ്. ചൈന സൗജന്യമായി സൈനിക സഹായം ലഭ്യമാക്കും. നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞു. 2023 തൊഴിലില്ലായ്മ 3.1% കുറഞ്ഞെന്ന് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. തൊഴിൽ വിപണിയിലെ തുടർച്ചയായ പുരോഗതി നേട്ടമായെന്ന് വിലയിരുത്തൽ. ഇന്ത്യയിലെ ആദ്യ കോൾ ഗസ്താഫ് റൈഫിൾ പ്ലാന്റ് റിലയൻസ് മെഡ് സിറ്റിയിൽ. ഹരിയാനയിൽ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി ഇരു കമ്പനികളും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു. തുടക്കമായത് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ വിദേശ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഉൽപാദന കേന്ദ്രത്തിന്. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. 4 ദിവസത്തെ വിജയപരമ്പര തകർത്ത ഇന്ത്യൻ ഓഹരി വിപണി നിലവിൽ നഷ്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികളിലൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം പ്രകടമാണ്. ഇന്ന് IT ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഇടിവുണ്ടായിരിക്കുന്നത്. ഏകദേശം 1.5% നഷ്ടമാണ് ഉണ്ടായത്. അതേസമയം തന്നെ ഓട്ടോ, പൊതുമേഖല, ബാങ്ക്, റിയൽറ്റി സൂചികളിലൊക്കെ തന്നെ ഒരു നേരിയ ഒരു നേട്ടം പ്രകടമാണ്. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് IT ഓഹരികളാണെന്ന് തന്നെ പറയാം. ഇനി നിലവിലെ സൂചികളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി നിലവിലൊരു ഇടിവിലാണ് വ്യാപാരം തുടരുന്നത്. 37 പോയിന്റ് ഇടിവിൽ 22,367 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. പക്ഷേ ആദ്യകാല നഷ്ടങ്ങളെയൊക്കെ ഒരു പക്ഷേ വിപണി ഒരുപക്ഷെ ഓവർകം ചെയ്തെന്ന് തോന്നുന്നു. കാരണം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് 22,269 പോയിന്റാണ്. അതിൽ നിന്നൊക്കെ കരകയറി നിലവിൽ 22,367 എന്ന നിലവിലാണ് നിഫ്റ്റി 50യിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഒരു പോസിറ്റീവ് ഉണർവുണ്ട്. നിഫ്റ്റി ബാങ്കിൽ 122 പോയിന്റ് ഉണർവിൽ 47,579 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വിൽപ്പന നടക്കുന്നത്. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ ഒരു നെഗറ്റീവ് മോഡാണ്. 39 പോയിന്റ് ഇടിവിൽ 20,888 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ വ്യാപാരം നടക്കുന്നത്. നമ്മൾ രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ ആഗോള മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായ ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സാധ്യതകളൊക്കെ തന്നെ ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയെ സ്വാധീനിച്ചു എന്ന് തന്നെ പറയാം. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായിരിക്കുന്നത്. സെൻസെക്സ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ഇടിവിലേക്ക് പോയിരിക്കുന്നതെന്ന് തന്നെ പറയാം. സെൻസെക്സിൽ നിലവിൽ 141 പോയിന്റ് ഇടിവാണ്. 73,735 പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. എന്തായാലും ആഗോള മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായ ഒരു ഇടിവ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും നിലവിൽ പ്രകടമായി തന്നെ ഇരിക്കുകയാണ്. പക്ഷേ വരും മണിക്കൂറിലൊക്കെ തന്നെ മാറ്റം ഉണ്ടാകാം. വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടായേക്കാം. ഒരു പക്ഷേ ഇന്നും വീണ്ടും ഒരു റെക്കോർഡിൽ എത്തുമോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാനാവില്ല. എന്തായാലും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു നഷ്ടത്തിൽ തന്നെ തുടരുകയാണ്. പക്ഷെ രാവിലെ ഉണ്ടായിരുന്ന ഒരു ആദ്യകാല മണിക്കൂറിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ നഷ്ടത്തെയൊക്കെ തന്നെ ഓവർകം ചെയ്തു എന്ന് തോന്നുന്നു. എന്തായിരിക്കും ഒരു വലിയ നഷ്ടത്തിന് കാരണം? ഈ ഒരു നഷ്ടം പിന്തുടരാനുള്ള സാധ്യതയുണ്ടോ മാർക്കറ്റിൽ? ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റിൽ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ വോളറ്റൈൽ മാർക്കറ്റായിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ചെറിയ നെഗറ്റീവിലായിരുന്നു. അതിനുശേഷം 22,269 ലെവലിലേക്ക് നിഫ്റ്റി താന്നു. അത് കഴിഞ്ഞ് തിരിച്ച് 140 പോയിന്റോളം കയറി 22,416 എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ എടുത്തു. വീണ്ടും താണു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും ഇറങ്ങി ഒരു വോളറ്റൈൽ മാർക്കറ്റായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് ഒന്നും മാർക്കറ്റിന് കാണിക്കുന്നില്ല ഇന്നത്തെ ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കയറ്റത്തിൻ്റെ ഒരു ട്രെൻഡിലാണ് നിന്നിരുന്നത്. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു ട്രെൻഡൊന്നും ഇല്ലാതെ മാർക്കറ്റ് എന്നാൽ തിരിഞ്ഞു എന്ന് പറയാനും പറ്റില്ല. ഇത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അതായത് മാർക്കറ്റിൽ ബുൾസും ബയേഴ്സും ഒരുപോലെ സ്ട്രോങ് ആയി നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ ബുൾസ് മാർക്കറ്റ് പിടിച്ച് മേളിലോട്ട് കയറ്റും, അതുപോലെ ബയേഴ്സ് തിരിച്ച് അവർ സെല്ല് ചെയ്ത് താഴ്ത്തും. ഒരു ട്രെൻഡ് രൂപപ്പെടാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഇത് 1-2 ദിവസം ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ. എന്നാൽ ഇൻഡിവിജ്വൽ സ്ക്രിപ്പുകളിൽ മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് വരുന്നുണ്ട്.
ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് 5% ഉയർന്നാണ് നിൽക്കുന്നത്. അതുപോലെ ബാങ്കിങ് ഷെയറുകൾ, പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ ബാങ്കുകൾ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഒക്കെ നന്നായിട്ട് ഉയർന്നാണ് നിൽക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള CSB ബാങ്ക് 6% ഉയർന്നാണ് നിൽക്കുന്നത്. അങ്ങനെ ഇൻഡിവിജ്വൽ സ്ക്രിപ്പുകളിൽ നല്ല മൂവ്മെന്റുകൾ കാണിക്കുന്നുണ്ട്. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണിയിൽ ഒരു ചാഞ്ചാട്ടം പ്രകടമാണ്, ഒരു ബിയറിഷ് ബുള്ളിഷ് കോമ്പറ്റീഷൻ തന്നെ പ്രകടമാണ് എന്ന് തന്നെ പറയാം. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലുമായി ഇനി 4:45 കാണാം. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും.